കോൺഗ്രസിനെതിരെ കെ മുരളീധരൻ കേരളത്തിൽ പ്രതിപക്ഷമില്ല. സംസ്ഥാന സർക്കാരിന്റെ ഭരണപരാജയം തുറന്നുകാട്ടാൻ കോൺഗ്രസിന് കഴിയുന്നില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. CPIM തന്നെയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും എന്നും മുരളീധരൻ കോഴിക്കോട് വ്യക്തമാക്കി. വിശദാംശങ്ങൾ വിനീഷ നൽകും. വിനീഷ, കോൺഗ്രസിനെതിരെ പ്രതിപക്ഷത്തിനെതിരെ മുരളീധരൻ എങ്ങനെ കടന്നാക്രമിക്കുന്നു? പ്രതീക്ഷ ലീഡർ കെ കരുണാകരൻ അനുസ്മരണ പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ കൂടിയായ കെ മുരളീധരൻ MLA. കേരളത്തിൽ നിലവിൽ പ്രതിപക്ഷമില്ല. കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇപ്പോൾ CPM തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ സംഭവങ്ങളിൽ ശക്തമായ ഇടപെടൽ, ശക്തമായ പ്രതിഷേധം നടത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ല. ഏറ്റവും അവസാനമായി മന്ത്രി MM മണിക്ക് എതിരെ വന്ന ആരോപണങ്ങളിൽ മന്ത്രിയുടെ രാജി ആവശ്യം ഉന്നയിക്കാൻ പോലും കോൺഗ്രസിന് കഴിയുന്നില്ല. തൃശൂരിൽ അനിൽ അക്കരെ MLAയുടെ കൈയൊടിഞ്ഞ സംഭവത്തിൽ അതിൽ വേണ്ടത്ര ഒരു പ്രതിഷേധം സൃഷ്ടിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. മറ്റെല്ലാ വിഷയങ്ങളിലും എന്ന പോലെ ശക്തമായ ഒരു പ്രതികരണം നടത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ല. KPCCക്ക് ആവട്ടെ ഇത്തരത്തിൽ ഒരു ഇടപെടൽ പ്രതിപക്ഷത്തിന് മേൽ ചുമത്താനും KPCCക്കും കഴിയുന്നില്ല. അൻപേ പരാജയപ്പെട്ടു കേരളത്തിലെ പ്രതിപക്ഷം എന്ന നിലയ്ക്കാണ് നിലവിലെ കാര്യങ്ങൾ. ഒരു വിഷയത്തിലും കേരളത്തിൽ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിലും ശക്തമായ ഒരു പ്രതിപക്ഷമാകാൻ, ശക്തമായ ഒരു പ്രതിഷേധ സ്വരം ഉയർത്താൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. അത്തരത്തിലാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ പോക്ക് എന്നാണ് കെ മുരളീധരൻ MLA ഇപ്പോൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പ്രജീഷ്, അതായത് വിനീഷ, കാരണം വലിയ പ്രതിരോധത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോകുന്നു. ആഭ്യന്തര കലഹം, പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട്, അതായത് DCC അധ്യക്ഷന്മാരുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ നിലനിൽക്കുകയാണ്. മുൻ KPCC അധ്യക്ഷൻ കൂടിയായ മുരളീധരൻ ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത്. ഇത് എത്രത്തോളമായിരിക്കും ഒരു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലേക്ക് ആക്കുക? തീർച്ചയായും പ്രജീഷ് സൂചിപ്പിച്ച കാര്യം കൂടി ഈ കാര്യത്തിൽ നിലവിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. DCC അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചത് മുതൽ AI ഗ്രൂപ്പ് തർക്കങ്ങൾ പരസ്യമായി നേതാക്കൾ പരസ്പരം വീഴ്പ്പലക്കുന്ന രീതിയിലേക്കുള്ള പ്രതിഷേധങ്ങൾ വരെ KPCC പ്രസിഡന്റ് സുധീരനായാലും ഒപ്പം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയാലും AI ഗ്രൂപ്പ് നേതാക്കൾ തമ്മിലുള്ള ഒരു പ്രതിഷേധങ്ങൾ പരസ്യമായി തന്നെ രംഗത്തെത്തിയ ഒരു സാഹചര്യത്തിലാണ് മുൻ KPCC അധ്യക്ഷൻ കെ മുരളീധരന്റെ ഒരു പ്രസ്താവന കൂടി നിലവിൽ വന്നിരിക്കുന്നത്. തീർച്ചയായും കേരളത്തിലെ കോൺഗ്രസിന് ഒരു പ്രതിരോധത്തിലാക്കും എന്ന അവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ. കാരണം AI ഗ്രൂപ്പുകൾ നിലവിൽ ഇടഞ്ഞു നിൽക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ നേരത്തെ തന്നെ പരസ്യമായതാണ്. DCC പ്രസിഡന്റ് അധ്യക്ഷന്മാരെ നിശ്ചയിച്ചതിന് ശേഷം അത് പരസ്യമായ ഒരു തുറന്നു പറച്ചിലേക്ക് വരെ എത്തിയതാണ്. പരസ്യമായി കോൺഗ്രസിന്റെ അല്ലെങ്കിൽ KPCC പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്ന പല ചടങ്ങുകളിൽ നിന്ന് ഉമ്മൻചാണ്ടി വിട്ടുനിൽക്കുന്നു, അല്ലെങ്കിൽ A ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ നിന്ന് I ഗ്രൂപ്പ് നേതാക്കളും അണികളും വിട്ടുനിൽക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്ന സ്ഥിതിക്ക് വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയിലേക്ക് തന്നെയാണ് കോൺഗ്രസിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് സൂചിപ്പിച്ചു വെക്കുകയാണ് കെ മുരളീധരൻ MLA. പ്രജീഷ്, മാത്രവുമല്ല, അതായത് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ ഉണ്ടായി AK ആന്റണിയെ കേരളത്തിലേക്ക് സമവായ ചർച്ചകൾക്ക് വിട്ട് ഒരു സമാധാന അന്തരീക്ഷം. ഇപ്പോൾ ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ജേക്കബ് ജോർജ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, അതായത് കെ മുരളീധരൻ വലിയ രീതിയിൽ കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്നു. അതായത് ഒരു പ്രതിപക്ഷം പോലും സംസ്ഥാനത്തില്ല, ഭരണപക്ഷവും പ്രതിപക്ഷവും ഭരിക്കുന്ന പാർട്ടി തന്നെയായി മാറിയിരിക്കുന്നു എന്ന വാക്കുകളാണ് ഇപ്പോൾ കെ മുരളീധരൻ ഉപയോഗിച്ചിരിക്കുന്നത്. എങ്ങനെ കാണുന്നു താങ്കൾ? അല്ല, കെ മുരളീധരൻ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം കോൺഗ്രസ് നേതൃത്വം വളരെ ദുർബലമായിരിക്കുന്നു. ഒരു യോഗം കൂടാൻ പോലും ഐക്യം അതിനകത്തില്ല. AK ആന്റണി വന്നിട്ട് കുറെ സമാധാന ശ്രമമൊക്കെ നടത്തിപ്പോയി. പക്ഷേ ഇതിനകത്ത് AK ആന്റണി തന്നെ ഒരു കക്ഷിയാക്കൊണ്ട് അങ്ങനെ അദ്ദേഹം മുൻകൈ എടുത്തൊരു സമവായം കോൺഗ്രസിൽ സാധ്യമല്ല. UDF വളരെ ക്ഷീണിതമാണ്. കാരണം നേതൃപാർട്ടിയായ കോൺഗ്രസ് ക്ഷീണിച്ചിരിക്കുമ്പോൾ UDF ഒരിക്കലും നന്നാവുകയില്ലല്ലോ. തന്നെയിലെ KM മാണി കേരള കോൺഗ്രസ് UDFിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇന്ന് UDFിലില്ല. അപ്പോ UDF വളരെ ദുർബലാവസ്ഥയിൽ, അതിന്റെ നേതൃപാർട്ടിയായ കോൺഗ്രസ് ആവട്ടെ നേതൃത്വത്തിൽ തന്നെ വളരെ അസ്ഥിരതയും അനൈക്യവുമായിട്ട് കഴിയുന്നു. സ്വാഭാവികമായിട്ടും മുരളീധരൻ പറയുന്ന പ്രതിപക്ഷം വളരെ ദുർബലമാണ്, തീരെ ഇല്ലാതായിരിക്കുന്നു, സാന്നിധ്യം പോലും ഇല്ലാതായിരിക്കുന്നു എന്ന പ്രസ്താവന അങ്ങേയറ്റം ശരിയാണ്.
അതായത് ശ്രീ ജേക്കബ് ജോർജ്, അതായത് ഇവിടെ പറയുന്ന വിഷയങ്ങളിൽ കാതലല്ലേ? കാരണം ഒന്ന് എം എം മണിയുടെ വിഷയത്തിൽ എം എം മണിയുമായി ബന്ധപ്പെട്ട കോടതിയുടെ വിധി വരുന്നു. അവിടെ ശക്തമായ രീതിയിൽ ഒരുപക്ഷെ ഈ സർക്കാരിനെതിരെ സമരങ്ങൾ പോലും നടത്താൻ കഴിയാത്ത സാഹചര്യം. മറ്റൊന്ന്, സർക്കാരിനെതിരെ ഉണ്ടാകുന്ന വിമർശനങ്ങളെ അതാത് തലത്തിലേക്ക് ഉയർത്തി ഒരുമിച്ച് ഇരുന്നു കൊണ്ടൊരു യോഗം ചേരാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു. എന്താണ് ഒരു പക്ഷേ യു ഡി എഫിന് പോലും ഒരു കെട്ടുറപ്പിലേക്ക് ഇക്കാര്യത്തിൽ, കാരണം നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ഈ വഴിക്ക് പോകുമ്പോൾ യു ഡി എഫിലെ അതിൻ്റെ എല്ലാ അനുരണങ്ങളും യു ഡി എഫിനുള്ളിലും കാണാൻ കഴിയുന്നു. എന്താണൊരു നേതൃനിര, എവിടെയാണ് അപാകത സംഭവിച്ചത് എന്നാണ് സസൂക്ഷ്മം വിലയിരുത്തേണ്ടത്. കാരണം ഉമ്മൻചാണ്ടിയുടെ വിട്ടുനിൽപ്പ് പ്രമുഖ ഗ്രൂപ്പായ എ ഗ്രൂപ്പിൻ്റെ അടക്കമുള്ള അസ്വാരസ്യമൊക്കെ നിഴലിക്കുന്ന ഒരു ഘട്ടത്തിൽ വലിയ ഒരു യാഥാർത്ഥ്യമാണോ കെ മുരളീധരൻ തുറന്നു പറയുന്നത്? അതെ, ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണപക്ഷത്തോടൊപ്പം തന്നെ പ്രധാനമാണ് പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യം, പ്രതിപക്ഷത്തിന്റെ ഇടപെടൽ. ഗവൺമെന്റിന്റെ ചെയ്തികളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, പോരായ്കയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടേണ്ടത് പ്രതിപക്ഷമാണ്. പക്ഷെ ഇവിടെ പ്രതിപക്ഷം എന്ന സംവിധാനത്തിന്റെ നേതൃ പാർട്ടിയായ കോൺഗ്രസ് വളരെ ക്ഷീണാവസ്ഥയിലാണ്. അത് നമുക്ക് പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാം, നേതാക്കന്മാർക്ക് അറിയാം, നേതാക്കന്മാർ തന്നെയാണ് കാരണം. ഇവിടെ ഹൈക്കമാൻഡ് സംസ്ഥാന KPCC അധ്യക്ഷൻ ചേർന്ന് ഉമ്മൻചാണ്ടിയെ ഒന്ന് മൂലയ്ക്കിരുത്താൻ ശ്രമിക്കുന്നു. ഉമ്മൻചാണ്ടി അതിന് വിട്ടുകൊടുക്കാൻ തയ്യാറില്ല, അത് അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. അദ്ദേഹം നിസ്സഹകരണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഉമ്മൻചാണ്ടി പങ്കെടുക്കാതെ, അദ്ദേഹത്തിന്റെ സഹകരണമില്ലാതെ ഒരു യോഗം ചേരാൻ പോലും കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയത്തുമില്ല. ആകെ കൂടി വല്ലാത്ത ഒരു ഊരാക്കുടുക്കിൽ പെട്ടിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വം. ഹൈക്കമാൻഡിന് ശക്തമായി ഇടപെടാനുള്ള ശക്തിയൊട്ടില്ല താനും. അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കേണ്ടത് ഇവിടെ തന്നെയാണ്. പക്ഷെ ഇവിടെ അതിന് നേതൃപാഠവുമുള്ള നേതാക്കന്മാർ ഇല്ല. ഉമ്മൻചാണ്ടിക്കും വി എം സുധീരനും അപ്പുറത്തും മേലെയുള്ള നേതാവ് AK ആന്റണിയാണ്. AK ആന്റണിക്കും പക്ഷേ ഇതിനകത്ത് താല്പര്യങ്ങളുണ്ട്. ഉമ്മൻചാണ്ടിയെ ഒന്ന് ക്ഷീണിപ്പിക്കുക എന്നത് AK ആന്റണിയുടെയും അജണ്ടയിൽപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആന്റണിക്കും ഇടപെടുന്നതിനൊരു പരിധിയുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ഉത്തരം കാണാത്ത ഒരു പ്രഹേളികയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഈ അനിശ്ചിതത്വം. ശ്രീ ജേക്കബ് ജോർജ്, അതായത് ഒരു യുവ നേതൃത്വത്തെയൊക്കെ ഉൾപ്പെടുത്തിയുള്ള DCCയുടെ പുനഃസംഘടന വരുന്നു, സമൂലമായ അല്ലെങ്കിൽ ഒരു മാറ്റത്തിന്റെ തുടക്കം എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോഴും ഇവിടെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഒക്കെ യാഥാർത്ഥ്യമാണ്. അത് പാലിക്കാതെ പോകുന്നുണ്ടെങ്കിൽ, കാരണം എ ഗ്രൂപ്പ് തള്ളിക്കളയാൻ കഴിയില്ല, പ്രബല ഗ്രൂപ്പ് തന്നെയാണ്. ഇക്കാര്യത്തിൽ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പൊക്കെ വിദൂരമാണ്. നേതൃനിരയിൽ അല്ലെങ്കിൽ നേതൃനിരയിലുള്ള ഒരു അഴിച്ചുപണിയൊക്കെ തന്നെ ഒരു പക്ഷേ വിദൂരമായിരിക്കാം. അതുവരെ ഇത്തരത്തിൽ ഉമ്മൻചാണ്ടി പറയുന്ന മുന്നോട്ട് വയ്ക്കുന്ന വാദഗതികൾക്ക് അംഗീകാരം ലഭിക്കാത്തിടത്തോളം കാലം ഇത്തരം പൊട്ടിത്തെറികൾ അത് നിഴലിക്കുക തന്നെ ചെയ്യുമോ? ഇനിയും സർക്കാരിനെതിരെ 6 മാസം പിന്നിട്ടിരിക്കുന്നു, ഒട്ടേറെ സമര പരിപാടികൾ ഒരു പക്ഷേ രൂപം നൽകാനുള്ള സാഹചര്യങ്ങൾ പിന്നിടുന്ന ഘട്ടമൊക്കെയുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള ഒരു ഇടപെടലായിരിക്കും ഒരു പക്ഷേ വേണ്ടത്? അവിടെ ഹൈക്കമാൻഡ് പറയുന്നത് പോലെ കേരളത്തിൽ പ്രശ്നപരിഹാരം അത് കേരളത്തിൽ നിന്ന് ചെയ്യണം. അത് അത്രത്തോളം അത് വലിയൊരു വെല്ലുവിളിയല്ലേ, ഒരു ഭഗീരഥ പ്രയത്നം പോലെ നിഴലിക്കില്ലേ? അല്ല, പ്രശ്നം പരിഹരിക്കേണ്ടത് കേരളത്തിൽ നിന്ന് തന്നെയാണ്, സംശയമില്ല. ഹൈക്കമാൻഡ് ഇടപെട്ട് എത്ര പ്രതിവിധി നിർദ്ദേശിച്ചാലും അത് ഇവിടെ നടപ്പാകുകയില്ല, യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. കേരളത്തിലെ കാര്യങ്ങൾ നിർണ്ണയിച്ച കേരള നേതാക്കന്മാർ ഒന്നിച്ചിരുന്ന് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ, മുന്നോട്ട് പോകാൻ ശേഷിയുണ്ടാവണം. പക്ഷെ അതിനുള്ള സാധ്യതകൾ തീരെ കാണുന്നില്ല. കാരണം വ്യക്തിപരമായി നേതാക്കന്മാർ തമ്മിൽ വളരെ അകന്നിരിക്കുന്നു. ഇപ്പോൾ IV വിഭാഗവും ആന്റണി പക്ഷവും രഹസ്യമായി ഗ്രൂപ്പ് യോഗങ്ങൾ തുടങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ രീതിയിൽ ഗ്രൂപ്പ് പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇരുപക്ഷത്തെയും നേതാക്കന്മാർ ആലോചിക്കുന്നത്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും വ്യക്തിപരമായിട്ടൊന്ന് കാണാൻ ശ്രമിച്ചിട്ടും അതും നടന്നിട്ടില്ല, അതുപോലും നടക്കുന്നില്ല. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ അവരൊന്ന് കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഇപ്പോൾ നടക്കുന്ന സംഘർഷത്തിന്റെ മാനം ഒന്നുകൂടി വേറൊരു മാനം അതിലേക്ക് കൊണ്ടുവരാനാണ് സാധ്യത. സ്വാഭാവികമായിട്ടും അടുത്തെങ്ങും ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യത തെളിയുന്നില്ല. സംഘർഷം കൂടുതൽ മൂർച്ഛിക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെയും UDFന്റെയും പ്രവർത്തനങ്ങൾ കേരളത്തിൽ കൂടുതൽ മന്ദഗതിയിലാവും. പുതുതായിട്ട് സ്ഥാനമേറ്റ യുവാക്കളായ പുതിയ തലമുറ നേതാക്കന്മാരായ DCC പ്രസിഡന്റുമാർക്ക് കാര്യമായി പ്രവർത്തിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ മുരളിയുടെ വാക്കുകളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കാരണം ഒരു ആത്മാർത്ഥമായി കോൺഗ്രസിന്റെ പോക്ക് കണ്ട് ദയനീയതയോടു കൂടിയുള്ള പ്രതികരണമായിട്ടാണോ കാണുന്നത്, അതോ മറ്റെന്തെങ്കിലും വ്യക്തിപരമായ അജണ്ട വെച്ചുകൊണ്ടാണ് മുരളി ഇങ്ങനെ പറയുന്നത് താങ്കൾ കരുതുന്നുണ്ടോ?
അല്ല, കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല ഏത് പാർട്ടിയിലാണെങ്കിലും തുറന്ന് സംസാരിക്കാൻ ശേഷിയുള്ളവരുടെ കൂടെയാണ് അണികൾ ചേരുക. അത് വളരെ നന്ദി ശ്രീ ജേക്കബ് ജോർജ് പ്രതികരിച്ചതിന്. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ശക്തമായ പ്രതികരണമാണിപ്പോൾ കെ മുരളീധരൻ, മുൻ KPCCയുടെ അധ്യക്ഷൻ കൂടിയായിരുന്ന കെ മുരളീധരൻ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. അതായത് കേരളത്തിൽ പ്രതിപക്ഷം ഇല്ല എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത് അഡ്വക്കേറ്റ് ജയശങ്കർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ജയശങ്കർ, അതായത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയാണ് കെ മുരളീധരൻ ആഞ്ഞടിച്ചിരിക്കുന്നത്. അതായത് കേരളത്തിൽ പ്രതിപക്ഷമില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ ഭരണപരാജയം തുറന്നു കാട്ടാൻ കോൺഗ്രസിന് കഴിയുന്നില്ല തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ പറയുന്നു. CPM തന്നെയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. ഇതിനെ യാഥാർത്ഥ്യം തന്നെയാണ് എന്ന നിലയിൽ വായിച്ചെടുക്കേണ്ടി വരുമോ? ഇപ്പോഴത്തെ കോൺഗ്രസിലെ സമകാലിക വിഷയങ്ങൾ, ഗ്രൂപ്പ് ഉയർത്തുന്ന പ്രതിസന്ധികൾ, ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകന്റെ കണ്ണുകളിലൂടെ താങ്കൾ എങ്ങനെ മനസ്സിലാക്കും? മുരളീധരൻ പറഞ്ഞത് ആലങ്കാരികമായിട്ടാണെങ്കിലും അതിൽ സത്യത്തിന്റെ വലിയ ഒരു അംശം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ കേരളത്തിലെ പ്രതിപക്ഷം UDF ആണ്, കോൺഗ്രസ് മാത്രമല്ല. UDFനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ കോൺഗ്രസും മുസ്ലിം ലീഗും ആണ് ഇപ്പോൾ ഉള്ളത്. മറ്റേ ചെറു ഘടകകക്ഷികൾക്കൊന്നും ഒരു പ്രസക്തിയില്ല, പ്രാധാന്യമില്ല. മിക്കവാറും ഏകാംഗ പാർട്ടികളോ അല്ലെങ്കിൽ ഇർക്കിൽ പാർട്ടികളോ ആണ്. ഇപ്പോൾ വീരേന്ദ്രകുമാറിന്റെ പാർട്ടിയൊക്കെ രാജ്യത്തിന്റെ നാനാഭാഗത്തും ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. 6-7 പേരെ നമുക്ക് എടുത്തു കാണിക്കാനുള്ളൂ. പിന്നെ അനൂപ് ജേക്കബിന്റെ പാർട്ടിയാണെങ്കിൽ കേരളത്തിലെ ഒരു പഞ്ചായത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിയാണ്. മറ്റത് ഒരു പഞ്ചായത്തിലും ഇല്ലാത്ത പാർട്ടികളാണ് മറ്റു പല പാർട്ടികൾ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വിട്ടുപോയി കഴിഞ്ഞു. പിന്നെ മുസ്ലിം ലീഗാണുള്ളത്. മുസ്ലിം ലീഗ് കഴിഞ്ഞ കുറേ നാളായിട്ട് പറയത്തക്ക പ്രവർത്തനം ഫലപ്രദമായിട്ടൊന്നും നടത്തുന്നില്ല. കാരണം ആ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് അവര് ഇടതുപക്ഷ സർക്കാരിനോടൊരു മൃദു സമീപനമാണ് സ്വീകരിക്കുന്നത്. അവർ അധിക സമയവും കേന്ദ്രത്തിലെ മോഡി സർക്കാരിനെ എതിർക്കാനും മറ്റുമൊക്കെയാണ് സമയം ചെലവഴിക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷമായിട്ടാണ് അവർക്ക് കുറച്ചുകൂടി ആശയപരമായിട്ട് യോജിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഈ കാര്യത്തിൽ. കോൺഗ്രസിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ കോൺഗ്രസ് ഒരു പാർട്ടിയല്ല, ഇന്നിപ്പോൾ 3 പാർട്ടിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സുധീറിന്റെ പാർട്ടി, അത് ഹൈക്കമാൻഡ് പാർട്ടി, അല്ലെങ്കിൽ പിന്നെ ഉമ്മൻചാണ്ടിയുടെ പാർട്ടി, രമേശിന്റെ പാർട്ടി, ഇങ്ങനെ 3 പാർട്ടികളാണ്. ഇതിൽ ഉമ്മൻചാണ്ടി സംഘവും ഇപ്പോൾ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനെ ദുർബലപ്പെടുത്താനും കേരളത്തിലുള്ള KPCCയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് വ്യാപൃതമായിരിക്കുന്നത്. പ്രത്യേകിച്ച് DCC പ്രസിഡന്റുമാരുടെ നിയമനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി പരസ്യമായിട്ട് തന്നെ നിസ്സാരണ പ്രസ്ഥാനത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടോ എന്ന് ആളുകൾ ചോദിച്ചാൽ നമ്മൾ പൊതുവെ ഉണ്ടോ എന്ന് നമ്മൾ തന്നെ സ്വയം ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കണം. പ്രതിപക്ഷത്തിന്റെ ജോലി മറ്റാരെങ്കിലും നിർവഹിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായും ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരുക. ഇപ്പോൾ ലീഗ് നേതാവ് മൈൻ ഹാജി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ മൈൻ ഹാജി, അതായത് കോൺഗ്രസിന് ഉള്ളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ഒരു മുന്നണിയെ പോലും അതിൻ്റെ കെട്ടുറപ്പിനെ പോലും ബാധിച്ചിരിക്കുന്നു. ആ രീതിയിലാണ് കെ മുരളീധരൻ കാര്യങ്ങളെ വിലയിരുത്തുന്നത്. അതായത് ഒരു ക്രിയാത്മക പ്രതിപക്ഷമായിട്ട് പോലും പ്രവർത്തിക്കാൻ UDFന് കഴിയുന്നില്ല, അതായത് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനാകുന്നില്ല. എങ്ങനെ കാണുന്നു താങ്കൾ? അല്ല, അത് കോൺഗ്രസിന്റെ അഭിപ്രായം പറഞ്ഞതില് ഞാനൊരു അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. പിന്നെ കോൺഗ്രസ് പാർട്ടി ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാണ്. ലോകത്ത് തുല്യതയില്ലാത്ത ജനാധിപത്യമാണ് കോൺഗ്രസിനുള്ളത്. അപ്പൊ അതിനനുസരിച്ച് അവരെ പാർട്ടി നേതാക്കൾക്ക് മനസ്സിൽ തോന്നുന്ന അഭിപ്രായങ്ങൾ പറയാൻ അവർ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ശ്രീ മൈൻ ഹാജി, അതിനപ്പുറത്തേക്ക് വരുമ്പോൾ ഇത് UDFനെ കൂടി ബാധിക്കുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതാണ് ആശങ്ക ഉണർത്തുന്നത്. ഇല്ല, അങ്ങനെ UDFനെ ബാധിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു തലത്തിൽ എത്തിയിട്ടില്ല. അത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഉണ്ടെങ്കിലും അവർ ഒറ്റക്കെട്ടായി നേരിടേണ്ടടുത്തൊക്കെ നേരിട്ട പരിചയവും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ നിലയിൽ ഇപ്പൊ വിവാദാക്കേണ്ട ഒരു വിഷയമൊന്നുമില്ല. അത് മുരളീധരന്റെ അഭിപ്രായം പറഞ്ഞു, മറ്റുള്ളവരുടെ അഭിപ്രായം വരട്ടെ. മൊത്തത്തിലുള്ള അഭിപ്രായം അതിലല്ലേ. അതായത് ശ്രീ മൈൻ ഹാജി, ലീഗിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമില്ല. അതായത് ഒന്ന്, ഈ പറയുന്ന അടുത്ത സമയത്ത് തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു കോടതി വിധി, അതായത് MM മണിക്കെതിരായ വിധി ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല സർക്കാരിനെതിരെ ഉയർത്താവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കെ മുരളീധരൻ അവകാശപ്പെടുന്നത്. അവിടെയൊക്കെ ലീഗിന് അല്ലെങ്കിൽ ഒരു UDF കൂട്ടായിരുന്ന ഒരു സമരത്തിന് പോലും ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല. അതിന് നേതൃത്വം നൽകേണ്ടത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് തെക്ക് വടക്ക് നിൽക്കുന്നു. പല നേതാക്കന്മാർ പല രീതിയിൽ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയാണ് മുരളീധരൻ ഉയർത്തുന്നത്. അതിൽ യാഥാർത്ഥ്യത്തിന്റെ അംശം ചെറിയ തോതിലെങ്കിലും ഇല്ലേ താങ്കളുടെ നിരീക്ഷണത്തിലാണെങ്കിൽ? ഇല്ല, ഇതില് നമ്മൾ അതില് കാണേണ്ട എന്താണെന്ന് വെച്ചാല്, ഇത് ആദ്യമായിട്ടല്ല കോൺഗ്രസും UDFും പ്രതിപക്ഷത്തെത്തുന്നത്. ഇതിനു മുമ്പും പ്രതിപക്ഷത്തുണ്ടായിട്ടുണ്ട്.
അപ്പൊ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF-ഉം LDF-ഉം പ്രതിപക്ഷത്തുണ്ടാകുമ്പോൾ രണ്ട് സമീപനമാണ്. UDF എപ്പോഴും ഒരു ജനാധിപത്യമായ പാതയിൽ നിന്നും ഒരിക്കൽ തെറ്റാതെ ഒരു സമര പരിപാടിയാണ് എല്ലാ സമയത്തും ഉണ്ടാവര്. മാത്രമല്ല, ഒരു എതിർപക്ഷം അധികാരത്തിലേറിയാൽ പോലും അവർക്ക് ഭരിക്കാൻ ആവശ്യമായ സമയം കൊടുക്കും. LDF-ന്റെ പിറ്റേ ദിവസം തന്നെ 24 സത്യപ്രതിജ്ഞ ചെയ്ത് 24ാമത്തെ മണിക്കൂറിൽ സമരം തുടങ്ങുന്ന ഒരു കീഴ്വഴക്കം UDF-നില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശരിയാണ്. ഈ മുരളീധരൻ പറഞ്ഞ എം.എം. മണിയെ മന്ത്രിയാക്കിയത് തന്നെ ശരിയല്ലല്ലോ. കാരണം ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആ തരത്തിലുള്ള ഒരാളെ കേരളം പോലെയുള്ള ഒരു സാംസ്കാരികമായി ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് മന്ത്രിയാക്കി എന്ന് തന്നെ തെറ്റാ. അതോടുകൂടി ഇന്നലെ കോടതി വിധിയും വന്നു. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാൻ മാത്രം മലയാളികൾക്ക് ബുദ്ധിയുമുണ്ട്. അപ്പൊ ആവശ്യമായ സമയം കൊടുത്ത് അവരുടെ ഇത്തരത്തിലുള്ള സമീപനങ്ങളൊക്കെ പുറത്തു വന്ന് അവരുടെ ജനവിരുദ്ധ സമീപനങ്ങൾ ഒന്നൊന്നായി ഇങ്ങനെ വന്നു കഴിഞ്ഞതിന് ശേഷം ആവശ്യമായ സമയത്ത് കൃത്യമായ സമയത്ത് സമര പരിപാടികളുമായി പ്രതിപക്ഷം ഞാൻ മടങ്ങിയെത്ത ശ്രീ ജയശങ്കർ, ശ്രീ മാൻഹാജിയെ മടങ്ങിയെത്ത ശ്രീ ജയശങ്കർ, അതായത് കാത്തിരിക്കുകയാണ്, അല്ലാതെ മറ്റ് റിഫ്റ്റിന്റെ ഭാഗം അല്ലെങ്കിൽ ചേരിതിരിവിന്റെ ഭാഗമായിട്ടോ ഒന്നുമല്ല. ഈ പറയുന്ന UDF-ലോ കോൺഗ്രസിലോ പ്രകടമായി ഒന്നുമില്ല. ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായി ഉണ്ടാകാവുന്ന സൈലൻസ് കീപ്പ് ചെയ്യുകയാണ്. മറുപടി അല്ല, അതില് കുറച്ച് സത്യമുണ്ട്. കാരണം CPM-നെ പോലെയോ അല്ലെങ്കിൽ മറ്റേ ഇടതുപക്ഷ പാർട്ടിയുടെ പോലും ദൈനംദിന അടിസ്ഥാനത്തിൽ നിരന്തരമായി സമരം ചെയ്യുന്ന ഒരു രീതി കോൺഗ്രസിനും മറ്റ് പാർട്ടികൾക്കും ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനെ ചെറുതായിട്ട് ഉയർത്തിക്കൊണ്ടുവരും. അപ്പോൾ പലപ്പോഴും അവർ ചില പ്രശ്നങ്ങൾ പിടിക്കുമെങ്കിലും അത് അതിന്റെ ഒരു ലോജിക്കൽ കൺക്ലൂഷൻ വരെ പോവുകയില്ല. ഉദാഹരണത്തിന് കഴിഞ്ഞ നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് നമുക്കറിയാം, കുറെ യുവ MLA-മാർ കോൺഗ്രസ്സുകാർ നിരാഹാരമായിട്ടും ലീഗുകാർ നിരാഹാരമല്ലാതെയും ഒക്കെ സത്യാഗ്രഹം അനുസരിച്ചു സ്വാശ്രയ വിദ്യാഭ്യാസ പ്രശ്നം പ്രമാണിച്ചു. പക്ഷെ ആ സമരമൊക്കെ ആ നിയമസഭാ സമ്മേളനം അവസാനിച്ചുകൂടി സമരം അവസാനിച്ചു. പിന്നെ അതിന്റെ തുടർച്ചയുണ്ടായില്ല. അപ്പോഴേക്കും EP ജയരാജന്റെ പ്രശ്നം വന്നുകൊണ്ട് ഇവർ അത് വിട്ടിട്ട് അതിന്റെ പുറകെ പോയി. അപ്പൊ സ്വാശ്രയ വിഷയം അന്ന് അവർ വിസ്മരിച്ചു. അതിപ്പോ ഇതേ ദിവസം വരെ അതിനെ പിന്നെ കേട്ടിട്ടില്ല. പല കാര്യങ്ങളിലും ഇങ്ങനെയുണ്ട്. സമരത്തിന്റെ തുടർച്ചയോ അല്ലെങ്കിൽ അതിനൊരു യുക്തിപരമായ അവസാനമോ ഉണ്ടാകുന്നത് കാണുന്നില്ല. ഈ സംവിധാനത്തിന്റെ ഒരു ബലഹീനത തീർച്ചയായിട്ടും അതിനകത്തുണ്ട്. അതിപ്പോ രമേശായിട്ടും ഉമ്മൻചാണ്ടിയായിട്ടും ഉണ്ടാക്കിയതല്ല, പണ്ടുതൊട്ടേ അങ്ങനെയാണ്. പിന്നെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ UDF-ന്റെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും ഒരു കാര്യമുണ്ട്. പുതിയ 14 DCC പ്രസിഡന്റുമാർ വന്നിരിക്കുന്നു. താരതമ്യേന ചെറുപ്പക്കാരായ ആളുകൾ, എല്ലാവരും പുതുമുഖങ്ങൾ. കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള അതൊരു വലിയ വിപ്ലവകരമായ മാറ്റം തന്നെ വേണമെങ്കിൽ പറയാം. അതിൽ ഒരാൾ സ്ത്രീയാണ്. ഒരു സ്ത്രീ DCC-യുടെ പ്രസിഡന്റ് ആവുന്നു, ചെറിയ കാര്യമല്ല. ഇനി പുതിയ DCC പ്രസിഡന്റുമാർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നതാണ് നമ്മൾ നോക്കുന്നത്. അതായത് ശ്രീ ജയശങ്കർ, ഈ DCC അധ്യക്ഷന്മാരെയൊക്കെ നിയമിക്കുന്നു. പക്ഷെ അവർക്ക് ഈ സാഹചര്യമാണ് നേതൃത്വത്തിൽ നിലനിൽക്കുന്നതെങ്കിൽ, കാരണം താങ്കൾ സൂചിപ്പിച്ചതുപോലെ അവിടെ സുധീരന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം, A ഗ്രൂപ്പ്, I ഗ്രൂപ്പ്, മൂന്ന് തലത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെ സ്വതന്ത്രമായി അവിടെ പ്രവർത്തനം ഉണ്ടാകും? ആന്റണി ആരാണ് ഇടപെടേണ്ടത്? കാരണം ഹൈക്കമാൻഡിനും സുധീരനും ഇടയിൽ AK ആന്റണി എന്ന ആ ഒരു പ്രഭാവം, AK ആന്റണിക്ക് പോലും ഇടപെടാൻ കഴിയുന്ന തരത്തിലേക്കാണോ കാര്യങ്ങൾ? എവിടെ നിന്നാണ് ഒരു പക്ഷേ ഒരു ഉടച്ച് വാർക്കൽ അതോ നേതൃമാറ്റത്തിന് വരെ അത് വിദൂരമാണ്, അത് യാഥാർത്ഥ്യവുമാണ്? എവിടെ നിന്നായിരിക്കും ഒരു പൊളിച്ചെഴുത്ത് അടിയന്തരമായി വേണ്ടത്? അതിനുള്ള സാഹചര്യമുണ്ടോ? നേതൃമാറ്റം ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല, അത് ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടി സംവിധാനത്തെ സജ്ജീകരിക്കലാണ് ഇപ്പോൾ DCC-കളുടെ KPCC-യുടെ മുമ്പിലുള്ള പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് നേതൃമാറ്റം ഉണ്ടാകുക, സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാമെന്നുള്ളത് അസാധ്യമാണ്. സംഘടനാ തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ അത് വലിയ സംഘടനാ തെരഞ്ഞെടുപ്പായിട്ട് മാറുകയും ഇപ്പോഴുള്ള വിഭാഗീയത കൂടുതൽ ആളിക്കത്താനും സാധ്യതയുള്ളൂ, കോൺഗ്രസ് പോലത്തെ പാർട്ടിയെ പ്രത്യേകിച്ച്. അത് സുധീരനെ മാറ്റുക എന്നുള്ള പ്രശ്നം അജണ്ടയിലില്ല. രമേശിനെ പ്രതിപക്ഷ നേതൃത്വത്തിൽ നിന്നും മാറ്റുക എന്നുള്ളത് അസാധ്യമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവരൊക്കെ തമ്മിലുള്ള ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ നന്നാക്കി കൊണ്ടുപോകാൻ എന്നുള്ളത് മാത്രമേ നടക്കൂ. ഇപ്പൊ DCC-കളിലെ പ്രസിഡന്റുമാരെ മാറ്റി ഇനി മറ്റ് സഹഭാരവാഹികളെ മാറ്റണം, എന്നാലേ അതിന് ഫലമുള്ളൂ. മാത്രവുമല്ല, ഓരോ ജില്ലകളിലും നമുക്കറിയാം വലിയ താപ്പാനകളായിട്ടുള്ള നേതാക്കന്മാരുണ്ട്. ഈ ചെറുപ്പക്കാർക്ക് ഈ താപ്പാനകളെ മേച്ചുകൊണ്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാനിതിനെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ്. കാരണം പുതിയ നേതാക്കന്മാർ വരുന്നു, ചെറുപ്പക്കാർക്ക് അവസരം കിട്ടും. പക്ഷെ അടുത്തത് വെല്ലുവിളിയുടെ ഘട്ടമാണ്. കാരണം ഈ ചെറുപ്പക്കാർക്ക് ഇപ്പൊ TJ വിനോദിനെ പോലെ ഒരാൾക്ക് എറണാകുളം ജില്ലയിൽ ഉള്ള മൂപ്പന്മാരെയൊക്കെ മേച്ചോട്ട് പോകാൻ പറ്റുമോ? അവരിൽ നിന്ന് എന്തുമാത്രം സഹകരണം ഇദ്ദേഹത്തിന് കിട്ടും, ചെറുപ്പക്കാരിൽ നിന്ന് എന്തുമാത്രം പിന്തുണ കിട്ടും എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. ഇത് ഒരു രാഷ്ട്രീയ പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ എത്രമാത്രം വിജയിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഉറ്റുനോക്കുന്നത്. വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ. ശ്രീ മായിൻ ഹാജി, അതായത് ലീഗ് അടിയന്തരമായി ഇക്കാര്യത്തിൽ ഒരു UDF-ന്റെ കെട്ടുറപ്പ് കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടപെടേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ?
ഞാൻ ആദ്യമായി താങ്കൾ നേരത്തെ എന്റെ സംസാരത്തിനെ വ്യാഖ്യാനിച്ച വ്യാഖ്യാനത്തിൽ വലിയ തെറ്റുണ്ട്. കോൺഗ്രസിൽ ഒരു പ്രശ്നമില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഒക്കെ ഭദ്രമാണെന്ന് ഞാൻ പറഞ്ഞില്ല. താങ്കൾ വ്യാഖ്യാനിച്ചത് തെറ്റാണത്. കോൺഗ്രസിലെ പ്രശ്നത്തിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. അത് അവരെ പാർട്ടി പ്രശ്നം. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ എല്ലാ കാലത്തും, ഒരു കാലത്തും കോൺഗ്രസിന് പ്രശ്നം കഴിഞ്ഞ കാലഘട്ടം ഉണ്ടായിട്ടില്ല. എന്നാൽ അവർ ഐക്യപ്പെടേണ്ട സാഹചര്യത്തിലൊക്കെ ഐക്യപ്പെട്ടിട്ട് ചരിത്രവുമുണ്ട്. അപ്പൊ അതിൽ വലിയൊരു ആശങ്ക പെടേണ്ട കാര്യമില്ലാതെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ രണ്ടാമത്, മുസ്ലിം ഐക്യ ജനാധിപത്യ മുന്നണിയെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഇടപെടൽ എല്ലാ കാലങ്ങളിലും നടത്തിയിട്ടുണ്ട്. ആവശ്യമായ ഇടപെടലൊക്കെ ആവശ്യമായി നടത്തിയിട്ടുണ്ട്. ആവശ്യമായ സംഗതികളൊക്കെ മുസ്ലിം ലീഗ് അതാത് കാലഘട്ടത്തിൽ ചെയ്യുന്ന പാർട്ടിയാണ്. പ്രത്യേകമായിട്ട് അത് പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നുമില്ല. തീർച്ചയായും വളരെ നന്ദി മൈൻ ഹാജി ഞങ്ങളോട് സഹകരിച്ച് പ്രതികരണം നടത്തിയതിന്.